ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഹെഡ് ടു ഹെഡിൻ്റെ 4ാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡ് എൻ്റെ അടുത്താണ് ഈ ഒരു എപ്പിസോഡ് സ്റ്റാർട്ടാകുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ എൻഡിങ് നമ്മൾ കണ്ടതാണ്. ജിന്നിന് ജെയിനോട് ഫീലിങ്സ് ഉള്ള കാര്യം ജിന്നിൻ്റെ ഡയറി വായിച്ച് ജെ മനസ്സിലാക്കിയതും ആ ഒരു ഡയറി ജെ വായിക്കുന്ന ജിന്ന് കണ്ടിട്ട് അവൻ്റെ അടുത്ത് അത് പിടിച്ചു വാങ്ങി അവൻ്റെ അടുത്ത് ഇറങ്ങിപ്പോകാൻ പറഞ്ഞ് ദേഷ്യപ്പെട്ടതും ആ ഒരു സീൻ തന്നെയാണ് ഇപ്പോഴും കാണിക്കുന്നത്. അങ്ങനെ ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോകാനായിട്ട് പറയുന്ന ടൈമിന് ജിന്നിനെ ബാക്കിൽ നിന്ന് ഹഗ് ചെയ്തിട്ട് ജെ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്നെ ഇപ്പോഴും ഇഷ്ടമാണോ എന്ന്. എന്നാൽ ജിന്ന് അതിനൊരു മറുപടി കൊടുക്കുന്നില്ല. ജെയിനെ പിടിച്ച് തള്ളി മാറ്റുന്നുണ്ട്. ജെ ഇപ്പോൾ താഴേക്ക് ചെന്ന് വീഴാണ്. അവൻ്റെ ഒടുങ്ങിയിരുന്ന ആ ഒരു കൈ നല്ലതുപോലെ തന്നെ തറയിലേക്ക് ചെന്ന് തട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവന് നന്നായിട്ട് വേദനിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കാണുമ്പോഴത്തേക്കും ജിന്നിനാണെങ്കിൽ ഒരുമാതിരിയായി പോകണം. കാരണം അവൻ തള്ളിയിട്ടുകൊണ്ടാണല്ലോ അങ്ങനെ സംഭവിച്ചത്. കുറച്ചുകഴിഞ്ഞ് രണ്ടുപേരും സോഫയിലേക്ക് വന്നിരിക്കുന്നുണ്ട്. എന്നാൽ ഒന്നും സംസാരിക്കുന്നില്ല. ഭയങ്കര സൈലൻ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതെന്തോ ഒരുമാതിരി തോന്നിയിട്ട് ജിന്നു പറയുന്നുണ്ട്, നീ എന്തായാലും ഇപ്പോൾ കാര്യമെല്ലാം അറിഞ്ഞില്ലേ, എന്നെ കളിയാക്കുന്നെങ്കിൽ കളിയാക്കിക്കോ, ദേഷ്യപ്പെടുന്നെങ്കിൽ ദേഷ്യപ്പെട്ടു, നീ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നതിനേക്കാളും അതാണ് നല്ലതെന്ന് പറയുന്നുണ്ട്. ആ സമയം ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്നോട് എന്ത് പറയാനാന്ന് ഇങ്ങനെ പറയുമ്പോൾ ജിന്നാണെങ്കിൽ നീ എന്തിനാണ് ആവശ്യമില്ലാതെ എൻ്റെ സാധനങ്ങളെടുത്ത് നോക്കാൻ നിന്നത്, ഞാനിപ്പോൾ തന്നെ എൻ്റെ അമ്മേനെ വിളിച്ച് പറയാൻ ഇവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ട് നിൻ്റെ സാധനങ്ങളെല്ലാം നീ ഉടനെ തന്നെ പാക്ക് ചെയ്തോളാൻ പറഞ്ഞിട്ട് അവൻ എഴുന്നേറ്റ് പോകാൻ നിൽക്കുകയാണ്. എന്നാൽ ജയാണെങ്കിൽ ജിന്നിനെ അവിടെ പിടിച്ചിരുത്തിയിട്ട് ഇല്ല പോകുന്നില്ല എന്ന് പറയുന്നുണ്ട്. ആട്ടെ അവനെ എന്ത് പോകുന്നില്ല എന്ന്, നീ ഇവിടെ നിന്ന് പോയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ തന്നെ നീ എങ്ങനെ എൻ്റെ സാധനങ്ങളെല്ലാം എടുക്കാൻ നിന്നത്, നിനക്ക് എങ്ങനെ ഈ ഡയറി കിട്ടിയത്, എന്തിനാവശ്യമില്ലാതെ എൻ്റെ സാധനങ്ങളെല്ലാം നോക്കാൻ പോയത്, ഇത് ഞാൻ ഒളിപ്പിച്ച് വെച്ചിരുന്നതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ജയിക്കുകയാണെങ്കിൽ അവൻ സ്വപ്നത്തിൽ കൂടെ ഇങ്ങനെ കണ്ടതാണ്, അങ്ങനെയാണ് താൻ പോയി നോക്കിയതെന്നൊന്നും പറയാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നീ ഇതിനെക്കുറിച്ച് ഇപ്പോൾ ചോദിക്കുന്നത് നിർത്താവോ, തൽക്കാലം നമുക്കതങ്ങ് വിട്ട് കളഞ്ഞേക്കാന്ന് പറയുന്നുണ്ട്. ജിന്നപ്പോൾ നീനൊക്കെ എന്നെ കളിയാക്കണമെങ്കിൽ കളിയാക്കിക്കോ, എനിക്കറിയാം നീ എപ്പോഴും അങ്ങനെ തന്നെ ചെയ്യുന്നത്, അപ്പോൾ പിന്നെ നീ എന്താണെന്ന് വെച്ചാൽ ചോദിച്ചു, എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. ജയപ്പോൾ ഞാനെന്തിനാ തന്നെ കളിയാക്കേണ്ടത്, അതിൻ്റെ ആവശ്യമില്ലാന്ന് പറയുമ്പോൾ ജിന്നാണെങ്കിൽ എങ്കിൽ പിന്നെ ഈ കാര്യം നടന്നതായിട്ട് അങ്ങ് മറന്നു കളഞ്ഞേക്കും, ഇങ്ങനെയൊന്നും നടന്നിട്ടില്ല, വിട്ട് കളഞ്ഞേക്കാൻ പറയാണ്. ജയ സമയം ഞാനത് വിട്ട് കളയാം, പക്ഷേ ഞാനാണെങ്കിൽ ഇവിടെ തന്നെ താമസിക്കാനായിട്ട് കണ്ടിന്യൂ ചെയ്യണം, എനിക്ക് നിൻ്റെ കൂടെ താമസിക്കണമെന്ന് പറയുന്നുണ്ട്. അതേക്കുമ്പോൾ ജിന്നാണെങ്കിൽ ജയയുടെ ഷർട്ടിൻ്റെ കോളറിൽ പിടിച്ചിട്ട് നിനക്ക് എന്താ കുഴപ്പം, ഐ ഹേറ്റ് യു എന്ന് പറഞ്ഞിട്ട് അവനവിടെ എഴുന്നേറ്റ് പോകുന്നുണ്ട്. പിന്നീട് നൈറ്റ് ആകുമ്പോഴത്തേക്കും ജയ റൂമിൽ ഇരിക്കുന്ന ടൈമിന് ജിന്ന് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ജിന്നും ബെഡിൽ ഇരുന്നിട്ട് നിൻ്റെ മുറിവ് കാണിക്കും, ഞാനോട്ട് ബാൻഡേജ് മാറ്റിയിട്ട് വേറെ ബാൻഡേജ് കെട്ടിത്തരാം, ഹോസ്പിറ്റലിൽ പോകാനായിട്ട് തുടങ്ങുന്ന സമയത്തല്ലേ നിനക്ക് ഭ്രാന്ത് കയറിയിട്ട് ഇങ്ങോട്ടേക്ക് വരണമെന്ന് പറഞ്ഞ് ചാടി തുള്ളിയത്, ഇപ്പം എന്തായാലും ഞാൻ പറ്റുന്ന പോലെ ബാൻഡേജ് ചെയ്ത് തരാം, നാളെ ഹോസ്പിറ്റലിൽ പോയിട്ട് ശരിയാക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ചെയ്യാണെങ്കിൽ ഓ നീ എനിക്ക് ചെയ്തു തരുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് അവൻ്റെ കൈ നീട്ടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ജിന്ന് ചെയ്ത് കൊടുക്കുന്ന ടൈമിൽ ജിന്ന് ചോദിക്കുന്നുണ്ട്, നിനക്ക് നിൻ്റെ കൈ വേദനിക്കുന്നുണ്ടോ, നേരത്തെ ഞാൻ നിന്നെ പിടിച്ച് തള്ളിയപ്പോഴത്തേക്കും നിൻ്റെ കൈ ചെന്ന് ഇടിച്ചതല്ലേ, അപ്പം നിനക്ക് വേദനിക്കുന്ന പോലെ തോന്നിയിരുന്നു. ജയ സമയം നീ എന്നെക്കുറിച്ച് അത് കെയർ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അയ്യോ കെയർ ചെയ്തിട്ടൊന്നും അല്ല, ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ, പറയാൻ താല്പര്യമില്ലെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞിട്ട് ജിന്നാണെങ്കിൽ വീണ്ടും ആ ഒരു ബാൻഡേജ് വെച്ച് കൊടുക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നപ്പോൾ പറയുന്നുണ്ട് പേടിക്കുകയൊന്നും വേണ്ട, ഞാനാണെങ്കിൽ ഒരു ഡോക്ടറിനെ വിളിച്ച് ചോദിച്ചായിരുന്നു, നമ്മുടെ സീനിയറായിട്ടുണ്ടായിരുന്നത്, അപ്പോൾ ആളിങ്ങനെ എങ്ങനെയൊക്കെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തന്നു, അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിനക്ക് ഇങ്ങനെ ചെയ്തു തരുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. നാളെ കോളേജിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് നേരെ കെട്ടാമെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ എല്ലാം റെഡിയാക്കി വെച്ച് കൊടുത്തിട്ട് എഴുന്നേറ്റ് പോകാനേ തുടങ്ങുന്നുണ്ട്. ആ സമയം ആ ഒരു ഡോക്ടറായിട്ടുള്ള സീനിയർ, ആ സീനിയറിനെ എനിക്കറിയാമോ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. ആ ടൈമിൽ ജിന്നി പിന്നെ നിനക്കറിയാമല്ലോ വേറെ ആരല്ല പിമ്മാണെന്ന് പറയുന്നുണ്ട്. ജയ അപ്പോൾ പിമ്മ് അത് ആരാന്നിങ്ങനെ ആലോചിച്ചിട്ട് ഓ പിമ്മ് അത് പക്ഷേ അതൊരു വെറ്റിനറി ഡോക്ടറല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. ജിന്നപ്പോൾ അതെയല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ ജയാണെങ്കിൽ എടാ വെറ്റിനറി ഡോക്ടറിൻ്റെ അടുത്താണ് എനിക്കുള്ള ബാൻഡേജിൻ്റെ കാര്യം ചോദിക്കുന്ന രീതിയിൽ ഇവനെ ആണെങ്കിൽ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ജിന്നും ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ജിന്ന് പോയി കഴിയുമ്പോൾ ജയും ചിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഫാമിനെയും വാനിനെയാണ്. അവരിപ്പോൾ ഫാമിൻ്റെ റൂമിൽ ഇരിക്കുന്ന ടൈമിന് വാനാണെങ്കിൽ രണ്ട് ഷർട്ട് എടുത്തോണ്ട് വന്നിട്ട് ഇതിലേത് കൊള്ളാമെന്ന് ചോദിക്കുന്നുണ്ട്. ഫാമ പോന്നി എവിടെ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ പാർട്ടി ഉണ്ട് അതിന് പോവാണെന്ന് പറയാം. അപ്പോൾ ഫാമാണെങ്കിൽ ഈ ബ്ലാക്ക് ഷർട്ട് കൊള്ളാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ വാനാണെങ്കിൽ അവിടെ വെച്ച് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഫാമാണെങ്കിൽ ഇതിനൊക്കെ ബാത്റൂമിൽ പോയി ചേഞ്ച് ചെയ്തുകൂടെ ഇങ്ങനെ ചോദിക്കുകയാണ്. ആ ടൈമിന് വാനാണെങ്കിൽ അതൊന്നുമില്ല, നമ്മൾ ഫ്രണ്ട്സ് അല്ലേ, നമ്മൾ ഇനിയുമ്പോൾ ഇങ്ങനെ ചേഞ്ച് ചെയ്തിട്ടുള്ളതല്ലേ, പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ച് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവൻ രണ്ട് പെർഫ്യൂം എടുത്തോണ്ട് വന്നിട്ട് ഇതിലേതാ യൂസ് ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ഫാം നീ സ്ഥിരം യൂസ് ചെയ്യുന്നുണ്ടല്ലോ അത് യൂസ് ചെയ്യാൻ പറയുമ്പോഴത്തേക്കും ഇല്ല ഞാനിപ്പോൾ ഒരു പുതിയ ഒന്നും കൂടെ വാങ്ങിച്ചു, നീ നോക്കിയിട്ട് പറയാൻ പറഞ്ഞിട്ട് അതിങ്ങനെ സ്മെല്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ സമയം ഫാമാണെങ്കിൽ എനിക്ക് പഴയത് തന്നെയാണ് ഇഷ്ടമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവൻ പഴയ തന്നെ സ്പ്രേ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഫാമിൻ്റെ അടുത്ത് നിനക്ക് എപ്പോഴും പഴയ സാധനങ്ങൾ തന്നെയാണ് ഇഷ്ടം, പുതിയതൊക്കെ ഇങ്ങനെ മാറണ്ടേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും എനിക്ക് പഴയതാണ് കൂടുതൽ ഇഷ്ടം, ഞാൻ അതായിട്ട് യൂസ്ഡ് ആയി പോയി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ ടൈമിന് ഞാൻ വരാൻ മിക്കവാറും ലേറ്റ് ആവും, നീ ആണെങ്കിൽ വെയിറ്റ് ചെയ്യേണ്ട കിടന്ന് ഉറങ്ങിക്കോളാൻ പറയുന്നുണ്ട്. ഫാമപ്പോൾ ഓക്കെ, പക്ഷേ നീ എങ്ങാനും ഒത്തിരി ഡ്രിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ നിന്നെ ഒന്ന് പിക്ക് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. വാനപ്പോൾ നിനക്ക് ഒരിക്കലും ഒരു ലവറിനെ കിട്ടില്ലേ, കാരണം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ആ ഒരാളെ കാണുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ജലസാവും, നീ അത്രയ്ക്ക് കെയറിങ് ആണെന്ന് പറഞ്ഞിട്ട് ഓക്കെ ബൈ ബേബി എന്നും പറഞ്ഞ് അവൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ജിന്നിനെയും ജെയിനെയാണ്. ഇപ്പോൾ ജയ ആണെങ്കിൽ ഓൾറെഡി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ജിന്നു പക്ഷേ ആ ടൈമിന് കുളിച്ചിട്ട് വരുന്നേ ഉള്ളൂ. ജിന്നു അങ്ങനെ കുളിച്ചിട്ട് വരുമ്പോഴത്തേക്കും കാണുന്നത് ജയ ആണെങ്കിൽ ഉറക്കത്തിൽ തന്നെ കിടന്നുകൊണ്ട് എന്തോ ഇങ്ങനെ സ്വപ്നം പോലെ കണ്ടിട്ടാണെന്ന് തോന്നുന്നു, ഭയങ്കരമായിട്ട് പേടിച്ച് ഇങ്ങനെ കിടക്കുന്ന പോലെയൊക്കെ ഇങ്ങനെ കാണിക്കുന്നതാണ്. അപ്പോൾ ജിന്നിന് ടെൻഷനായിട്ട് എന്ത് പറ്റി എന്നുള്ള രീതിയിൽ ജയെന്ന് വിളിച്ചുകൊണ്ട് അടുത്തേക്ക് പോകുന്നുണ്ട്. ഇതേ സമയം ജയ കാണുന്ന സ്വപ്നം എന്താണ് നമ്മളെ കാണിക്കുമ്പോൾ അവൻ മുമ്പൊരിക്കൽ കണ്ട സെയിം സ്വപ്നമാണ്. അതായത് ജിന്നിന് ഒരു ആക്സിഡൻറ്റ് പറ്റാൻ ഇങ്ങനെ റോഡിൽ കിടക്കുന്നതും ജയ ഓടിച്ചെന്ന് ജിന്ന് എഴുന്നേക്കെന്നൊക്കെ പറഞ്ഞിട്ട് കരങ്ങി അവനെ എഴുന്നേൽപ്പിക്കാനായിട്ട് നോക്കുന്നതും.
ഇപ്പോൾ പ്രസൻറ്റിൽ ജിന്നാണെങ്കിൽ ജയുടെ അടുത്തേക്ക് പോയിട്ട് അവനെ എഴുന്നേൽപ്പിക്കാൻ നിൽക്കുന്ന ടൈമിന് ജയ പെട്ടെന്ന് ഈ ഒരു സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേൽക്കുന്നുണ്ട്. ജിന്ന് തൊട്ടടുത്തിരിക്കുന്ന കാണുമ്പോഴത്തേക്കും ജിന്നിനെ ഹഗ് ചെയ്യുന്നുണ്ട്. നീ ഓക്കെ അല്ലേ എന്നുള്ള രീതിയിലെല്ലാം അവനോട് ചോദിക്കുന്നുണ്ട്. ജിന്നപ്പോൾ അത് ഞാൻ നിൻ്റെ അടുത്ത് അങ്ങോട്ടല്ലേ ചോദിക്കേണ്ട, എന്ത് പറ്റി നീ ഓക്കെ ആണെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ജയപ്പോൾ അതൊന്നുമില്ല, നീ ഒന്നും കാര്യമാക്കണ്ട, നീ കിടന്നുറങ്ങാനായിട്ട് പറയാണ്. പിന്നെ ആ സമയം ഈ അവസ്ഥയിൽ നമ്മൾ രണ്ടുപേരും ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ ഉറങ്ങുന്നതിന് പകരം സീലിംഗ് നോക്കിക്കൊണ്ട് കിടക്കത്തേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടുപേരും പുറത്തേക്ക് പോയിരിക്കുകയാണ്. അവിടെ ചെന്നിരിക്കുമ്പോൾ ജയ പറയുന്നുണ്ട്, ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കൊതു നമ്മളെ കടിക്കും, അതിനേക്കാളും സീലിംഗ് നോക്കിക്കൊണ്ട് കിടക്കുന്നതല്ലേ നല്ലതെന്ന്. പിന്നെ ആ സമയം നിനക്ക് എന്നോട് ഒന്നും തന്നെ ചോദിക്കാനില്ലേ, പ്രത്യേകിച്ച് എനിക്ക് നിൻ്റെ അടുത്ത് ഇപ്പോഴും ഫീലിങ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടും നിനക്ക് എൻ്റെ അടുത്തൊന്നും ചോദിക്കാനില്ലേ എന്നിങ്ങനെ അവനോട് ചോദിക്കുന്നുണ്ട്. ആ സമയം ജയാണെങ്കിൽ എന്ത് പറഞ്ഞെന്ന് അറിയാതിരിക്കുകയാണ്. ജിന്ന ആ സമയം ഞാൻ നിന്നെ ബോധർ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞതല്ല, എനിക്ക് എൻ്റെ അടുത്ത് ഈ ഫീലിങ്സ് തുടങ്ങിയിട്ട് 10 വർഷത്തിന് മേലെയായി, അതും ഞാനിങ്ങനെ ഹൈഡ് ചെയ്ത് വെച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ ഈ ഫീലിങ്സ് കാരണം നിനക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് നീ വിചാരിക്കേണ്ട, ഇതും പറഞ്ഞുകൊണ്ട് ഞാൻ നിൻ്റെ അടുത്തേക്ക് വരത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ജയാണെങ്കിൽ ജിന്നിനെ ഹഗ് ചെയ്യുന്നുണ്ട്. അവനോട് പറയുന്നുണ്ട്, ഞാൻ എന്തിനാണ് ഇപ്പോൾ ഹഗ് ചെയ്യുന്നത്, നിനക്കൊരു സംശയം ഉണ്ടാകും, പക്ഷേ എൻ്റെ അടുത്ത് ഇപ്പോൾ ഒന്നും ചോദിക്കരുത്, നീ ചോദിച്ചാലും പറയാനുള്ള മറുപടി എനിക്ക് തന്നെ അറിയത്തില്ല, ഞാൻ മറുപടി മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്കും നിന്നോട് തന്നെ ഞാൻ ഡയറക്റ്റ് വന്ന് പറയൂ എന്ന് പറയുന്നുണ്ട്. ആ സമയം ജിന്നാണെങ്കിൽ ചിരിച്ചുകൊണ്ട് തിരിച്ച് പറയുന്നുണ്ട്, സത്യം പറഞ്ഞാൽ നീ എന്നെ ഇങ്ങനെ ഹഗ് ചെയ്യുന്ന സമയത്ത് ഞാൻ നിന്നെ കസേരയെ കൂടെ ചവിട്ടി പുറത്തേക്ക് എറിയേണ്ടതാണ്, പക്ഷേ ഞാനെന്താ ഇവിടെ നിന്നെ തിരിച്ച് ഹഗ് ചെയ്യല്ലേ എന്ന്. അങ്ങനെ അതും പറഞ്ഞ് രണ്ടുപേരും ചിരിക്കുന്നുണ്ട്. അതിനുശേഷം രണ്ടുപേരും വീണ്ടും സംസാരിക്കാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും ജിന്ന് ചോദിക്കുന്നുണ്ട്, അല്ല നേരത്തെ എന്താ സംഭവിച്ചത്, നീ അല്ല പേടി സ്വപ്നം വല്ലതും കണ്ടതാണോ, എന്താ പറ്റിയെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ജയ പറയുന്നുണ്ട്, അത് പിന്നെ അന്ന് റേസ് ട്രാക്കിൽ ആക്സിഡൻറ്റ് പറ്റിയ ശേഷം തുടങ്ങിയതാണ്, എനിക്ക് നേരെ ഉറങ്ങാൻ പറ്റിയിട്ടില്ല, ഡെയിലി ഒരു സ്വപ്നം കാണുമെന്ന് പറയുന്നുണ്ട്. ആ സമയം ജിന്നാണെങ്കിൽ പേടി സ്വപ്നമാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ചിലത് പേടി സ്വപ്നമാണ്, ചിലത് നല്ലതാണ്, ചിലതെന്തോ വിയേർഡായിട്ടുള്ള സംഭവമാണ്, പക്ഷേ ഡെയിലി ലൈഫിൽ നടക്കുന്ന സ്വപ്നങ്ങൾ തന്നെയാണെന്ന് പറയുന്നുണ്ട്. ജിന്ന ആ സമയം തനിക്കൊരു എക്സാമ്പിളായിട്ട് എന്തെങ്കിലും പറഞ്ഞു തരാമെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ജയാണെങ്കിൽ ജിന്നിനെയാണ് സ്വപ്നം കാണുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം പറയാനായിട്ട് വരുന്നുണ്ട്. എന്നാൽ ആ ടൈമിൽ ജിന്നിനെ വാൻ കോൾ ചെയ്യുന്നുണ്ട്. വാനാണെങ്കിൽ ഇവർ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വാനിനെ കാണാനായിട്ട് ഇവർ രണ്ടുപേരും നേരെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ചെന്ന് നോക്കുമ്പോഴാണ് വാനിൻ്റെ മുഖത്ത് ഒരു മുറിവിൻ്റെ പാട് കാണുന്നത്. അപ്പോഴേ മനസ്സിലായി ആരും എടുത്തിട്ട് ചവിട്ടി പിതുക്കിയിട്ടുണ്ടെന്ന്. അങ്ങനെ അവനെ വിളിച്ചുകൊണ്ട് റൂമിൽ പോകുന്നുണ്ട്, കാര്യങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സംഭവം മറ്റൊന്നുമല്ല, അവൻ ശരിക്കും ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ പാർട്ടിയിൽ തന്നെ പോയതാണ്. എന്നാൽ അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഇവൻ്റെ സ്വഭാവം വെച്ചിട്ട് ആരെങ്കിലുമായിട്ട് ഫ്ലേർട്ട് ചെയ്തില്ലെങ്കിൽ അവനൊരു സമാധാനം ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ആരോ ആയിട്ടും ഫ്ലേർട്ട് ചെയ്തു. എന്നാൽ പിന്നീടാണ് മനസ്സിലായത് ആ ആൾ ഓൾറെഡി കമ്മിറ്റഡ് ആണെന്ന്. അങ്ങനെ ആളുടെ ബോയ് ഫ്രണ്ട് വന്നു ഇവനെടുത്തൊരു പങ്ങിക്കിടുകയും ചെയ്തു. അങ്ങനെ ഉണ്ടായ മുറിവാണ് അവൻ്റെ മുഖത്ത് ഇപ്പോൾ കാണുന്നത്. അങ്ങനെ ഇക്കാര്യം പറഞ്ഞു കഴിയുമ്പോൾ ജിന്നും ജയും ചോദിക്കുന്നുണ്ട്, അല്ല ഇത് ഫാമിന് അറിയാമോ എന്ന്. ആ സമയം വാൻ പറയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാല് പിടിക്കാം, എന്തൊക്കെ സംഭവിച്ചാലും ഫാമിനോട് ഇക്കാര്യം പറയരുത്, അവൻ ഈ മുറിവ് കാണാതിരിക്കാനാണെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ തന്നെ സ്റ്റേ ചെയ്യാൻ വന്നത്, ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് നിൽക്കുവാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ 3 പേരും ഉറങ്ങാനായി കിടക്കുകയാണ്. വാനാണെങ്കിൽ ജിന്നിൻ്റെയും ജയുടെ ഇടയിലായിട്ട് കിടക്കുന്നുണ്ട്. ജയ ടൈമിന് ചോദിക്കുന്നുണ്ട്, അല്ല ഫാം നിനക്ക് ഈ മുറിവ് വന്ന കാര്യം അറിഞ്ഞാൽ എന്താ പ്രശ്നമെന്ന്. ആ സമയം അത് പിന്നെ അവനെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ അവനാണെങ്കിൽ പിന്നെ എനിക്ക് കുറേ ക്ലാസ് എടുക്കും, ദേഷ്യപ്പെടും, എനിക്ക് ഒന്ന് കേൾക്കാൻ താല്പര്യമില്ല, നിങ്ങൾ അവനെ ജഡ്ജ് ചെയ്യത്തില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പം തന്നെ അത് രണ്ടും ഇവനെ ജഡ്ജ് ചെയ്യുന്ന രീതി തന്നെ നോക്കുന്നുണ്ട്. എന്നിട്ട് ജയ പറയുന്നുണ്ട്, എന്തൊക്കെ സംഭവിച്ചാലും ശരിയാണ്, നീയാണെങ്കിൽ ഫാമിനെ വെച്ച് ഇങ്ങനെ കളിക്കാൻ നിൽക്കരുത്, നീയാണെങ്കിൽ എല്ലാവരെയും കളിക്ക് ഡേറ്റ് ചെയ്യുമായിരിക്കും, എന്നാൽ ഫാമിനെ അതിൽ ഉൾപ്പെടുത്തരുതെന്ന് പറയുന്നുണ്ട്. ആ സമയം ഇല്ല ഉൾപ്പെടുത്തില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവൻ ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്ക്, ഇമാജിനേഷൻ മാത്രമാണ്, ഞാനും ഫാമും എങ്ങാനും റിയലായിട്ട് ഡേറ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുമോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ജിന്നാണെങ്കിൽ നമുക്കിതിനെക്കുറിച്ച് സംസാരിക്കാം, ഇപ്പോഴല്ല, നീയാണെങ്കിൽ ഇങ്ങനെ വെറുതെ കളിക്ക് ഡേറ്റ് ചെയ്ത് നടക്കുന്ന സ്വഭാവമൊക്കെ നിർത്തി നല്ലവനായതിനു ശേഷം, പക്ഷേ അത് ഈ ജന്മത്തും അടുത്ത ജന്മത്തും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അതുകൊണ്ട് നമുക്ക് ഇതിനെപ്പറ്റി സംസാരിക്കേണ്ടെന്ന് പറയുന്നുണ്ട്. ഞാൻ ആ ടൈമിന് ഞാൻ മനഃപൂർവ്വം ഇങ്ങനെ കളിച്ച് നടക്കുന്നതൊന്നുമല്ല, എനിക്കും സീരിയസ് റിലേഷൻഷിപ്പ് വേണമെന്ന് തന്നെയാണ് ആഗ്രഹം, പക്ഷേ ഒരാളെ ലവ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഞാൻ എന്തെങ്കിലും മോശമായിട്ട് ചെയ്തു പോകുന്നു, അതാണ് സംഭവിക്കുന്നതെന്ന് പറയുന്നുണ്ട്. എനിക്കും ട്രൂ ലവ് വേണമെന്ന് ആഗ്രഹമുണ്ടെന്നും പറയുന്നുണ്ട്. ജയ സമയം പറയുന്നുണ്ട്, നിനക്ക് ഇങ്ങോട്ട് ട്രൂ ലവ് കിട്ടണമെങ്കിൽ നീ അങ്ങോട്ട് ഒരാളെ ട്രൂ ആയിട്ട് സ്നേഹിക്കണം, എന്നാൽ മാത്രമേ തിരിച്ച് കിട്ടത്തുള്ളൂ എന്ന്. ജയ ഇങ്ങനെ ഭയങ്കര മെച്ചുവറായിട്ട് സംസാരിക്കുന്നത് കേൾക്കുമ്പോഴത്തേക്കും വാൻ ചോദിക്കുന്നുണ്ട്, അല്ല അന്ന് ആക്സിഡൻറ്റ് പറ്റിയപ്പോഴും നിന്റെ തലയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചോ, അന്ന് തൊട്ട് നീ ഭയങ്കര ഡിഫറൻ്റ് ആണല്ലോ, ഭയങ്കര മെച്ചുവർ ആയതുപോലെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ചെയ്യാണെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഉറങ്ങാനായിട്ട് തിരിഞ്ഞ് കിടക്കുന്നുണ്ട്. ആ സമയം വാനാണെങ്കിൽ ജിന്നിനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് തോന്നില്ലേ ജയ്ക്ക് എന്തോ പ്രശ്നമുള്ളതായിട്ടെന്ന്. ആ സമയം ജിന്ന് എനിക്കറിയുണ്ടെന്ന് പറഞ്ഞിട്ട് അവന് ഉറങ്ങാനായിട്ട് തിരിഞ്ഞ് കിടക്കുകയാണ്. അങ്ങനെ പിന്നെ വാനും സംസാരിക്കാൻ ആളില്ലാത്തതുകൊണ്ട് തന്നെ ശരി ഞാനും ഉറങ്ങാമെന്ന് പറഞ്ഞിട്ട് അവനും ഉറങ്ങാനായി തുടങ്ങുന്നുണ്ട്. പിറ്റേ ദിവസം കോളേജിലേക്ക് പോകുമ്പോഴത്തേക്ക് ഫാമാണെങ്കിൽ ഇവൻ്റെ മുഖത്തുള്ള ഒരു മുറിവ് കാണുന്നുണ്ട്, കാര്യം മനസ്സിലാക്കുന്നുണ്ട്. തൊട്ടടുത്ത് തന്നെ നമ്മുടെ ജിന്നും ജയും ആയി ഇരിക്കുന്നുണ്ട്. അവിടെ വെച്ച് എൻ്റെ ഫാം ഇവനിട്ട് കൊടുക്കുന്നുണ്ട് കുറേ. ആ സമയം ജിന്ന് പറയുന്നുണ്ട്, ഇന്ന് രാവിലെ ജയുടെ ബാൻഡേജ് മാറ്റാനായിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു, ആ ടൈമിന് ഇവൻ്റെ മുഖത്തുള്ള മുറിവും കാണിച്ചു, ഡോക്ടർ വലിയ പ്രശ്നമില്ലെന്നാണ് പറഞ്ഞത്, അതുടനെ തന്നെ ശരിയാവും എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഫാം അപ്പോഴും ദേഷ്യത്തിൽ തന്നെ ഇരിക്കുമായിരുന്നു. ഫാമാണെങ്കിൽ
വാനിനെ വിളിച്ചുകൊണ്ട് എങ്ങോട്ടോ എഴുന്നേറ്റ് പോകുന്നുണ്ട് ആരോടും പറയാതെ. അത് കാണുമ്പോൾ ജിന്നും ജെയും പറയുന്നുണ്ട് എപ്പോൾ വാനിൻ്റെ കാര്യം വന്നാലും ഫാം ഭയങ്കര സീരിയസ് ആണല്ലോ, എന്തോ നടക്കുന്നുണ്ടെന്ന്. ആ സമയം മായയ്ക്ക് ഓൾറെഡി നമ്മുടെ ഫാമിന് വാനിനോടൊരു ക്രഷുള്ള കാര്യം അറിയാമെന്നുള്ളതുകൊണ്ട് തന്നെ മായയാണെങ്കിൽ തനിക്കൊന്നും അറിഞ്ഞൂടാ എന്നുള്ള രീതിയിൽ ഇങ്ങനെ അഭിനയിച്ചിരിക്കുന്നുണ്ട്. എന്നാൽ മായയ്ക്ക് എന്തോ അറിയാതെ മനസ്സിലായിട്ട് ഇത് രണ്ടും കൂടെ മായയുടെ അടുത്ത് കുത്തി കുത്തി ചോദിക്കാനായി തുടങ്ങുന്നുണ്ട്. ഈ സമയം ഫാം നേരെ വാനിനെ അവിടെ കോളേജിലെ മെഡിക്കൽ റൂമിലേക്കായിരുന്നു കൊണ്ടുവന്നത് അവന് റെസ്റ്റ് എടുക്കാനായിട്ട്. വാനത് മനസ്സിലാക്കിയപ്പോൾ പറയുന്നുണ്ട് അല്ല എനിക്ക് ജസ്റ്റ് ഒരു മുറിവ് മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നമില്ലാന്ന്. ആ ടൈമിന് പക്ഷേ ഡോക്ടർ നിനക്ക് കഴിക്കാനായിട്ട് ഒരു ഗുളിയൊക്കെ തന്നില്ലേ, പിന്നെ ഇന്നലെ രാത്രി നീ ഹാങ് ഓവർ ആയിട്ടല്ലേ തിരിച്ച് വീട്ടിൽ വന്നത്, അപ്പോൾ നിനക്ക് ഉറക്കമൊക്കെ വരാൻ ചാൻസ് ഉണ്ട്, നീ ഇവിടെ കിടന്ന് റെസ്റ്റ് എടുക്കാനായിട്ട് പറയുന്നുണ്ട്. വാനിനെ അവിടെ ബെഡിലേക്ക് കിടത്തിയതിന് ശേഷം അവനോട് ചോദിക്കുന്നുണ്ട് അല്ല ഇന്നലെ രാത്രി നീ എന്താ തിരിച്ച് റൂമിലോട്ട് വരാത്തത്, ഞാനാണെങ്കിൽ ഈ മുറിവിൻ്റെ കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ എന്താ പ്രശ്നം, നീ എന്തിനാ എന്നെ പേടിക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം അങ്ങനെയൊന്നും ഇല്ല, നിനക്ക് ദേഷ്യം വന്നാലെന്ന് കരുതിയിട്ടാണെന്ന് പറയുമ്പോഴത്തേക്കും നീ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല, നീ എൻ്റെ റൂമിൽ താമസിക്കുന്ന സമയത്ത് ഞാൻ കാരണം എന്തെങ്കിലും പ്രശ്നങ്ങൾ നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ഞാനായിട്ട് സോൾവ് ചെയ്യേണ്ടതാണ്, എന്തൊക്കെയായാലും നീ തിരിച്ച് എൻ്റെ റൂമിലേക്ക് തന്നെ തിരിച്ച് വരണം, ഞാൻ ദേഷ്യപ്പെടുന്നു ഓർത്ത് നീ ടെൻഷൻ ആവരുതെന്ന് പറയുന്നുണ്ട്. ആ സമയം അങ്ങനെയൊന്നുമില്ല, ഞാൻ നിൻ്റെ അടുത്തേക്ക് തന്നെ വരുമെന്ന് പറയുന്നുണ്ട്. ഞാനാണെങ്കിൽ നല്ലൊരു പയ്യനായിരുന്നെങ്കിൽ ഞാൻ നിന്നെ ഇന്നലെ കൊണ്ട് സ്നേഹിക്കുമായിരുന്നു എന്നും വാൻ പറയുന്നുണ്ട്. ഫാമ പോന്നി അത്രയും കിടന്ന് കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. പോയി കഴിയുമ്പോഴത്തേക്ക് വാൻ ഇങ്ങനെ സ്വയം പറയുന്നുണ്ട് ഫാമിനെ കാണാൻ എന്ത് ക്യൂട്ടാണെന്ന്. ശേഷം ജിന്നിനെയും ജെയിനെയും കാണിക്കുമ്പോൾ രണ്ടുപേരും ഇപ്പോൾ ക്ലാസ്സിലേക്ക് വന്നിരിക്കുന്നുണ്ട്. അവിടെ വന്നിരുന്ന ടൈമിന് ജയിക്കാണെങ്കിൽ അവൻ്റെ അച്ഛനൊരു ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുന്നുണ്ട്. അവൻ്റെ കാറ് നന്നാക്കി തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നത്, അവൻ്റെ കാറ് അവൻ്റെ കുഞ്ഞിനെ പോലെയാണ്, അതുകൊണ്ട് തന്നെ അത് കാണുമ്പോൾ അയ്യോ എൻ്റെ ബേബി തിരിച്ചെത്തി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ജിന്നാണെങ്കിൽ എന്തോ സംഭവം ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ജയാണെങ്കിൽ അവനും ആ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും ഈ ഫോട്ടോ ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ ക്ലോസ് ആയിട്ടിരിക്കുകയാണ്, അവർ നല്ല ക്ലോസ് ആയിട്ടാണ് ഇരിക്കുന്നതെന്ന് അവർ തന്നെ മനസ്സിലാക്കുമ്പോൾ രണ്ടുപേരും ഒന്ന് പരസ്പരം നോക്കുന്നുണ്ട്. ആ ടൈം ഫാം വന്നിട്ട് അല്ല എന്താ ഇവിടെ പരിപാടി എന്ന് നോക്കുന്നുണ്ട്. രണ്ടുപേരും അപ്പോൾ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജയ എന്നിട്ട് ജിന്നിൻ്റെ അടുത്ത് ഞാൻ ഇന്ന് വീട്ടിലേക്ക് പോവാണ്, എനിക്ക് എൻ്റെ കാറിനെ ഒന്ന് കാണണമെന്ന് പറയുമ്പോഴത്തേക്കും പക്ഷേ നിൻ്റെ അമ്മ നിന്നെ അത് ഓട്ടിക്കാനായിട്ട് സമ്മതിക്കാൻ ചാൻസ് ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ അതൊന്നും കുഴപ്പമില്ല, എന്നാൽ എനിക്ക് എന്നെ കാണണം, ഇന്ന് രാത്രി ഞാൻ വീട്ടിൽ സ്റ്റേ ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെപ്പോൾ എങ്കിൽ പിന്നെ ഞാനും എൻ്റെ വീട്ടിലോട്ട് പോകാം, അപ്പോൾ പിന്നെ നമുക്ക് അവിടെ നിന്ന് നേരെ നാളെ ഒരുമിച്ച് കോളേജിൽ വരാൻ പറ്റുമല്ലോ എന്ന് പറയുന്നുണ്ട്. ജയ ടൈമിൽ എന്ത് പറ്റി വന്ന് ഞാൻ ഇല്ലാതെ ഒരു രാത്രി വീട്ടിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായോ നീ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ജിന്നപ്പോൾ ഒരൊറ്റ അടി വെച്ച് തന്നാണല്ലോ എന്നൊക്കെ ഇങ്ങനെ തിരിച്ച് ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ടോണ്ടിരിക്കുന്ന ഫാമാണെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും വിയേർഡായിട്ട് പെരുമാറുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ജയാണെങ്കിൽ തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് എത്തുന്നതാണ്. അവൻ്റെ കാറ് കാണുമ്പോൾ ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട്. അതെല്ലാം തന്നെ അവൻ്റെ അച്ഛനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയം സംസാരിക്കാനായിട്ട് അവൻ്റെ അമ്മയും വരുന്നുണ്ട്. അപ്പോഴാണ് ജിന്ന് അങ്ങോട്ടേക്ക് ആൻറ്റീന്ന് വിളിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് വരുന്നത്. എന്തുകൊണ്ടേ തന്നെ എനിക്ക് വിശക്കുന്നു എന്നാണ് പറയുന്നത്. സംഭവം പറ്റുന്നല്ല, ജിന്നിൻ്റെ അമ്മയാണെങ്കിൽ അമ്മയുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു ട്രിപ്പ് പോയി, അതുകൊണ്ട് തന്നെ അവനിപ്പോൾ അവൻ്റെ വീട്ടിലോട്ട് കയറി പോകാൻ പറ്റത്തില്ല. അങ്ങനെ ഇപ്പോൾ ഇവരെല്ലാവരും കൂടെ ആയിട്ട് ജയുടെ വീട്ടിൽ വന്നിട്ട് ഫുഡ് കഴിക്കുകയാണ്. ജയുടെ അമ്മ നീ ഇവിടെ സ്റ്റേ ചെയ്തോളാനും പറയുന്നുണ്ട് ജിന്നിൻ്റെ അടുത്ത്. എന്നിട്ട് ജയുടെ അമ്മ ചോദിക്കുന്നുണ്ട് നിനക്കിനിപ്പോൾ ഇവിടെ ഒരൊറ്റയ്ക്ക് റൂം തരുമ്പോഴത്തേക്കും കിടക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ വേണമെങ്കിൽ ഈ ജയുടെ റൂമിൽ കൂടെ കിടന്നോളാനായിട്ട്. ജിന്ന ടൈമിൽ അത് വേണ്ട ഞാൻ ഒറ്റയ്ക്ക് ഓക്കെയാണെന്ന് പറയുമ്പോൾ ജയാണെങ്കിൽ നീ വേണമെങ്കിൽ കൂടിക്കോ എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം നിൻ്റെ അടുത്തൊന്ന് മാറിയിക്കാൻ പറ്റുന്ന ഓരോ നിമിഷവും എനിക്കൊരു ബോണസ് ആണെന്ന് അവനിങ്ങനെ തിരിച്ച് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന നൈറ്റ് ജിന്നാണെങ്കിൽ അവൻ്റെ റൂമിലേക്ക് ചെന്നിരിക്കുന്നതാണ്. അവനൊരു ഡയറിയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവനങ്ങനെ ആ ഒരു ഡയറി എടുത്തിട്ട് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും അവൻ മുമ്പ് സ്കൂൾ ടൈമിൽ പഠിച്ചിരുന്നപ്പോൾ ഡയറിയിൽ എഴുതിയൊരു കാര്യം അവനിങ്ങനെ നോക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് അവൻ എഴുതി വെച്ചിരുന്നത് നീ എന്നെ അടിച്ചിട്ട് നീ എന്നെ എനിക്ക് മരുന്ന് വാങ്ങി തന്നേക്കുവാണല്ലേ എന്നിങ്ങനെയാണ്. ആ ടൈമിന് ആ ഒരു കാര്യം എന്താ നമ്മളെ കാണിക്കുന്നുണ്ട്. സ്കൂൾ ടൈമിൽ പഠിക്കുന്ന ടൈമിന് എന്തോ റീസണ് ജയും ജിന്നും തമ്മിൽ ഒരു അടി ഉണ്ടായിട്ടുണ്ടായിരുന്നു. മായു അപ്പോൾ ഇവരോട് അപ്പോഴേ പഠിച്ചതായിരുന്നു. അപ്പോൾ മായിൻ്റെ ഇടയിൽ കയറിയിട്ട് രണ്ടിനെ വഴക്ക് മാറ്റാൻ നോക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇവരെ എന്നുള്ള അടി കുറേ അവന് കിട്ടുന്നുണ്ട്. അങ്ങനെ പിന്നീട് അടിയെല്ലാം കഴിയുമ്പോഴത്തേക്കും ജിന്നിൻ്റെ മുറിവിൽ മരുന്ന് വെച്ച് കൊടുക്കാനായിട്ട് ജയ തന്നെ അവന് വേണ്ടിയിട്ട് മരുന്നെല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സംഭവമാണ് ഇപ്പോൾ അവനിങ്ങനെ എഴുതി വെച്ചേക്കുന്നത്. അതേസമയം ജയിനെ കാണിക്കുകയാണെങ്കിൽ അവൻ്റെ അച്ഛനും വീട്ടിൽ ഇരുന്നിട്ട് ടി വി കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അമ്മ അടുത്തേക്ക് വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ അമ്മയുടെ അടുത്തും ഭയങ്കര സ്നേഹം കാണിക്കുന്നുണ്ട്. ആ സമയം അമ്മ പറയുന്നുണ്ട് ഇത്ര സ്നേഹിക്കാനും വേണ്ട നിൻ്റെ കാറിൻ്റെ കീ ആണെങ്കിൽ നിനക്ക് തരാനൊന്നും പോകുന്നില്ല എന്ന്. ജയ അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്നും അല്ലെങ്കിൽ അമ്മേനെ ഹഗ് ചെയ്തത് അമ്മേനെ മിസ് ചെയ്തുകൊണ്ടാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട്. അമ്മ അച്ഛൻ അവനോട് ചോദിക്കുന്നുണ്ട് നിന്നെയും ജിന്നിനെയും കണ്ടിട്ട് ഇപ്പം നിങ്ങൾ അത്രയും വഴക്കുണ്ടാക്കുന്നതെന്ന് തോന്നില്ലല്ലോ, നിങ്ങളാണെങ്കിൽ കുറച്ച് ക്ലോസ് ആയതുപോലെയൊക്കെ തോന്നുന്നുണ്ടെന്നൊക്കെ. അവൻ ചെയ്യാണെങ്കിൽ ഞങ്ങളിപ്പോഴും ശത്രുക്കളാണ് എന്നുള്ള രീതിയിൽ തന്നെ സംസാരിക്കുന്നുണ്ട്. അതിനാണെങ്കിൽ അവൻ്റെ അമ്മയുടെ അവൻ അടി കിട്ടുന്നുണ്ട്. അതേസമയം ജിന്നാണെങ്കിൽ അവൻ്റെ ഡയറി എന്തെങ്കിലും എടുത്തു വെച്ചിട്ട് ഓരോരോ പേജായിട്ട് വായിച്ച് പോകുന്നുണ്ട്. ഓരോ മെമ്മറീസ് ഇങ്ങനെ ആലോചിച്ചിട്ട് അവൻ തന്നെ ചിരിക്കുന്നുണ്ട്. എന്നാൽ ഒരു പേജ് എത്തുമ്പോൾ അതിൽ എഴുതിയിരിക്കുന്ന കാര്യം വായിച്ചിട്ട് അവന് ഭയങ്കര സങ്കടം വരുന്നുണ്ട്. അതിനകത്ത് അവൻ എഴുതിയിരുന്നത് എനിക്കിപ്പോൾ മനസ്സിലായി ഈ ലോകത്ത് ഞാൻ ഒഴിച്ച് മറ്റാരെ വേണമെങ്കിലും നീ സ്നേഹിക്കുമെന്ന് എനിക്ക് മനസ്സിലായി നീ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്. അതൊന്നും നോക്കി വിഷമിച്ചിരിക്കുന്ന ടൈമിലാണ് അവൻ്റെ ജനലിൽ ആരും ഇങ്ങനെ ലൈറ്റ് അടിക്കുന്ന പോലെ അവന് തോന്നിയത്. അത് ആരാന്നറിയാനായിട്ട് ചെന്ന് നോക്കിയപ്പോഴത്തേക്കും അത് ജയായിരുന്നു. ജയാണെങ്കിൽ നമുക്ക് ഒന്ന് സൈക്കിൾ ഓട്ടാൻ പോയാലോ എന്നൊക്കെ ഇവനെ ഇങ്ങനെ ചോദിച്ച് വിളിക്കുന്നുണ്ട്. അതിനുശേഷം വാനിനെ ഫാമിനെയും കാണിക്കുമ്പോൾ ഫാം റൂമിലോട്ട് വരുമ്പോൾ കാണുന്നത് വാനാണെങ്കിൽ അവൻ്റെ എന്തൊക്കെയോ വർക്കിനുള്ള സാധനങ്ങൾ എടുത്തുകൊണ്ട് പുറത്തോട്ട് പോകാൻ നിൽക്കുന്നതാണ്. ആ സമയം ഫാം ചോദിക്കുന്നുണ്ട് അല്ല ഈ രാത്രി ടൈമിൽ നീ എവിടെയാണ് പോകുന്നതെന്ന്. ആ
ടൈമിന് വാനാണെങ്കിൽ അത് പിന്നെ നാളൊരു അസൈൻമെൻറ്റ് കൊടുക്കാനില്ലേ, ഞാനാണെങ്കിൽ അക്കാര്യം മറന്നു, നീ എന്നോട് പറഞ്ഞതുമില്ല, ഞാനത് ചെയ്തില്ല എന്ന് പറയുന്നുണ്ട്. നീ അത് ഇന്നെ ഇരുന്ന് ചെയ്തല്ലേ എന്ന് പറയുമ്പോൾ ഞാനത് മൊത്തം ചെയ്തില്ലായിരുന്നു, ഞാനത് ഇപ്പം ചെയ്യാനായിട്ട് കോളേജിലേക്ക് പോവാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ രാത്രി 10:30 ഈ സമയത്ത് കോളേജ് ബിൽഡിംഗ് ഒക്കെ പൂട്ടി കാണൂലേ എന്ന് പറയുന്നുണ്ട്. എന്നാൽ പിന്നീട് കാണുന്നത് രണ്ടുപേരും കൂടെ ആയിട്ട് എങ്ങനെയൊക്കെ ആരും കാണാതെ ക്ലാസ് റൂമിലേക്ക് എത്തുന്നതാണ്. ഞാനാണെങ്കിൽ ഫാമിൻ്റെ അടുത്ത് റൂമിൽ ലൈറ്റ് ഇടണ്ടെന്ന് പറയുന്നുണ്ട്, കാരണം ഗാർഡ് ഇങ്ങനെ ചുറ്റി കറങ്ങി നടക്കുന്നുണ്ട്, ആൾ കാണണമെങ്കിൽ പ്രശ്നവും. അതുകൊണ്ട് തന്നെ വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്ക് അവൻ്റെ ടോർച്ചാണെങ്കിൽ വാനിന് പിടിച്ചു കൊടുക്കുന്നുണ്ട്. ആ ടൈമിന് വാനാണെങ്കിൽ നിനക്ക് നിൻ്റെ വർക്ക് ചെയ്യാനില്ലേ എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു എന്നിങ്ങനെ പറയുന്നുണ്ട്. ഞാനപ്പോൾ പിന്നെ നീ എന്തിനാ എൻ്റെ കൂടെ വന്നത്, നീ വീട്ടിൽ തന്നെ ഇരിക്കാത്ത എന്തേ നീ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും നിന്നെ ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് വിടാനാ, നിന്നെയും കൊണ്ട് പെട്ടെന്ന് വർക്ക് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോകാനാണ് ഞാൻ ഇരിക്കുന്നത്, പെട്ടെന്ന് ചെയ്യാനായിട്ട് പറഞ്ഞിട്ട് അവനെ ഒരു ടോർച്ച് പിടിച്ചു കൊടുക്കുന്നുണ്ട്. കഴിയുമ്പോൾ ഫാമാണെങ്കിൽ അങ്ങനെ ഇരുന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. വാനത് കാണുമ്പോഴത്തേക്കും പതുക്കെ അവൻ്റെ കയ്യിൽ നിന്ന് ഫോൺ മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് ഫാമിനെ തന്നെ നോക്കിയിരുന്നിട്ട് ഈ നല്ല ലവ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ സംഭവം, അങ്ങനെ ഒരു സംഭവം എനിക്ക് നിനക്ക് തരാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അതും ചോദിച്ചുകൊണ്ട് അവൻ ഫാമിനെ തന്നെ നോക്കിയിരിക്കുന്ന സമയത്ത് ഫാം പെട്ടെന്ന് ഉറക്കം എഴുന്നേൽക്കുന്നുണ്ട്. എഴുന്നേറ്റിട്ട് നിൻ്റെ വർക്ക് കഴിഞ്ഞോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. വാന പോകാൻ കഴിയാറായി, ബാക്കി നാളെ ചെയ്യാൻ ടയേർഡായി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും പോകാനായി ഇറങ്ങുന്ന ടൈമിന് പെട്ടെന്ന് അവർ ഡോർ തുറക്കാൻ പോയതും ഗാർഡ് അതുവഴി പാസ് ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കയറി ഒളിച്ചിരിക്കുകയാണ്. എന്നാൽ നിന്നപ്പോൾ പെട്ടെന്ന് ഒരു ഭയങ്കര ക്ലോസ് ആയിട്ടാണ് വന്ന് നിന്നത്. അതിനുശേഷം വീണ്ടും ഗാർഡ് വരുന്നുണ്ടോ എന്ന് അവർ നോക്കുന്നുണ്ട്. പോയെന്ന് മനസ്സിലാകുമ്പോഴത്തേക്കും അവരവിടെ നിന്ന് പോകാനായി ഇറങ്ങുന്നുണ്ട്. വീണ്ടും അടുത്ത് ജിന്നിനെയും ജെയിനെയും കാണിക്കുകയാണെങ്കിൽ രണ്ടുപേരും ഇപ്പോൾ സൈക്കിൾ എടുത്തുകൊണ്ട് റേസ് ചെയ്യാനായിട്ട് ഇറങ്ങുന്നുണ്ട്. റേസ് തുടങ്ങുന്നുണ്ട്. രണ്ടുപേരും ഓടിച്ചോടിച്ച് ഏതോ ഒരു ഗാർഡനിലോ എന്തോ എത്തിപ്പെടുന്നുണ്ട്. ഫസ്റ്റ് എത്തുന്ന ജയാണെങ്കിൽ സൈക്കിളിൽ ഇങ്ങനെ മറിഞ്ഞങ്ങ് വീഴുന്നുണ്ട്. ജിന്നെ പേടിച്ചിട്ട് അവൻ്റെ സൈക്കിൾ നിർത്തിയിട്ട് ഓടി വന്നിട്ട് നീ ഓക്കെ ആണെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ജയാണെങ്കിൽ ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ട് അവിടെ കിടക്കുന്നുണ്ട്. അങ്ങനെ ജിന്നും അവൻ്റെ കൂടെ കിടക്കുകയാണ്. രണ്ടുപേരും അങ്ങനെ ഓരോന്ന് ആലോചിച്ച് കിടക്കുന്നുണ്ട്. അതിനുശേഷം ജിന്നിനോട് പറയുന്നുണ്ട് ഞാൻ ഒരിക്കൽ പോലും അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല എന്ന്. ജിന്നെ നീ എന്തിനെക്കുറിച്ച് പറയുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. ഞാൻ ഒരിക്കൽ പോലും നിന്നെ ഹേറ്റ് ചെയ്തിട്ടില്ല, എനിക്ക് ഒരിക്കൽ പോലും അങ്ങനെയൊന്നും നിൻ്റെ അടുത്ത് തോന്നിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴത്തേക്കും ജിന്നാണെങ്കിൽ നമുക്ക് ഈ സംസാരം വേണ്ട എന്നുള്ള രീതിയിൽ അവൻ വീട്ടിലേക്ക് പോകാനായി നിൽക്കുന്നുണ്ട്. എന്നാൽ ആ സമയം അവനെ തന്നെ അവിടെ പിടിച്ചിരുത്തുന്നുണ്ട്. എന്നിട്ട് അവരോട് സംസാരിക്കാനായി തുടങ്ങുന്നുണ്ട്. അവൻ പറയുന്നുണ്ട് ഇന്ന് ഞാൻ അച്ഛൻ്റെ കൂടെ ഇരിക്കുന്ന ടൈമിന് എൻ്റെ അച്ഛൻ എന്നോട് ചോദിച്ചായിരുന്നു, അച്ഛനാണെങ്കിൽ ഞാനും നീ തമ്മിൽ വഴക്കിട്ട് തുടങ്ങിയത് എപ്പോഴാണെന്നൊന്നും ഓർമ്മയില്ല, നമ്മൾ തമ്മിൽ എന്തിനാണ് വഴക്കിട്ട് തുടങ്ങിയെന്ന്. അത് ആലോചിച്ചപ്പോഴത്തേക്കും പറയാനായിട്ട് എനിക്കൊരു മറുപടി ഉണ്ടാകുന്നില്ല. അതോടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാൻ ഒരിക്കൽ പോലും നിന്നെ ഹേറ്റ് ചെയ്തിട്ടില്ല, ഒരിക്കൽ പോലും എനിക്ക് ഇതിനോട് ദേഷ്യം തോന്നിയിട്ടില്ലാന്ന്. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും ജിന്ന് പറയുന്നുണ്ട് നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത്, എനിക്കിപ്പോഴും നിന്നെ ഇഷ്ടമാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇത് കേട്ട് കഴിഞ്ഞ് എൻ്റെ മനസ്സറിയുമ്പോഴത്തേക്കും എന്നെ കളിയാക്കാൻ വേണ്ടിയിട്ടല്ലേ ഇത് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ഇങ്ങനെ ചോദിച്ചിട്ട് അവൻ എഴുന്നേറ്റ് പോകാനേ നിൽക്കുകയാണ്. അവൻ പോകാതിരിക്കാനായിട്ട് ജയാണെങ്കിൽ അവനെ പിടിച്ച് അവിടെ കിടത്തിയിട്ട് അവൻ്റെ പുറത്ത് കയറിയിരിക്കുന്നുണ്ട് അവൻ പോകാതിരിക്കാനായിട്ട്. എന്നിട്ട് പറയുന്നുണ്ട് നീ നിൻ്റെ ഡയറിയിൽ എഴുതി വെച്ചിട്ടില്ലേ, നിനക്ക് മനസ്സിലാക്കാൻ പറ്റി വേറെ ആരെ ഞാൻ സ്നേഹിച്ചാലും നിന്നെ മാത്രമേ ഞാൻ സ്നേഹിക്കത്തില്ല, അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ജിന്നാണെങ്കിൽ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ നീ ആ ഡയറിയിൽ വായിച്ച കാര്യങ്ങളെല്ലാം മറന്നു കളയാനായിട്ട്, പിന്നെ നീ എന്തിനാണ് ഇപ്പോഴും അത് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, അതങ്ങ് വിട്ട് കളഞ്ഞേക്കാനായിട്ട് പറയുന്നുണ്ട്. എന്നാൽ ജയാണെങ്കിൽ ഇല്ല വിട്ട് കളയാൻ പറ്റില്ല, അതെല്ലാം വായിച്ചുകൊണ്ടാണ് എനിക്കിപ്പോൾ എൻ്റെ ഫീലിങ്സ് സ്വയം മനസ്സിലാക്കാൻ പറ്റിയെന്ന് പറയുന്നുണ്ട്. ആ സമയം ജയയുടെ മൈൻഡിൽ അവൻ എപ്പോഴും സ്വപ്നം കാണുന്ന പോലെ കുറേ വിഷ്വൽസ് വീണ്ടും വരാനായി തുടങ്ങുന്നുണ്ട്. അതിൽ അവനും ഇതേ ഗാർഡനിൽ കൈയൊക്കെ പിടിച്ച് റൊമാൻറ്റിക്കായിട്ട് ഇങ്ങനെ കിടക്കുന്നതാണ് അവൻ കണ്ടത്. അതിൽ അവർ കിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു വിഷ്വൽ അവൻ്റെ മൈൻഡിൽ വന്നു കഴിയുമ്പോഴത്തേക്കും അവൻ പെട്ടെന്ന് ജിന്നിനെ അങ്ങ് കിസ് ചെയ്യുകയാണ്. ജിന്നങ്ങ് ഷോക്കായി പോകുന്നുണ്ട്. അതും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ആവുന്നത്. സോ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ഇട്ട് വരുന്നവരെ ബൈ.